ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പേഴ്സണലായിട്ട് ഒരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അത് മോളെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാ. നടക്കൂ? നടക്കും. ആ പേഴ്സണലായിട്ട് തന്നെ നടത്തി തരാം. ആ ഇതാ വളരെ പേഴ്സണലായിട്ട് ഒരു പേഴ്സണൽ കട്ടൻ ചായ മോള് പോയി എടുത്തോണ്ട് വാ. പുള്ളിക്കാരി അടുക്കളയിൽ നല്ല പാചകത്തില് എന്തെങ്കിലും വെച്ചുണ്ടാക്കിയ ഉടനെ തന്നെ നമ്മളത് കഴിക്കണം. അതിന് അഭിപ്രായവും പറയണം. അത്രേ ഉള്ളൂ. പോ. ശരി. പിണക്കാണോന്നൊരാള്, തട്ടിക്കൊണ്ട് പോയില്ലെന്ന് വേറൊരാള്. ഞാനെന്താ കൊച്ചുകുട്ടിയാ ഇങ്ങനെയൊക്കെ പറയാൻ? ആരുടെ കൂടെയെങ്കിലും പോയിട്ട് വരട്ടെ, എനിക്കെന്താ? നാശം കിടക്കട്ടെ അവിടെ. എന്നാ പിന്നെ ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ ഏജൻസി ഇല്ലേ, അവരെ ഇന്നൊന്ന് പോയി കാണാം. പോവാ. നിത്യ ഇപ്പൊ വരണ്ട. എന്തൊരു പരവേശം! ഇതെന്താ ഇങ്ങനെ? ഓ എത്ര വെള്ളം കുടിച്ചിട്ട് ഈ പരവേശം മാറുന്നില്ലല്ലോ ഭഗവാനെ. മോളെ നിത്യേ, നിത്യേ, മക്കള് നീ ഒന്ന് വന്നേ. മോളെ, മോളെ നിത്യേ, ഒന്നീ വന്നേ മോനെ. ഇവരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു? മോളെ, നിന്നെ ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അയ്യോ ഇല്ല. അല്ല മോളി, എന്തോ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇത്ര തൊട്ടടുത്തിരുന്നിട്ടും വിളിച്ചിട്ട് കേൾക്കാണ്ടിരിക്കണമെങ്കിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യമായിരിക്കണമല്ലോ. ഞാൻ എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഓ, പേഴ്സണൽ കാര്യമാ? അല്ല അതെന്തുവാ മോളെ? പേഴ്സണൽ കാര്യങ്ങള് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? മോളെ, എന്തു പറ്റി? മനസ്സില് ദേഷ്യം വല്ലതും കേട്ടിട്ടുണ്ടാ? എന്റെ ദേഷ്യം എന്റെ പേഴ്സണൽ കാര്യമല്ല. അല്ല, ഈ ഹരി എങ്ങോട്ടാ പോയിരിക്കുന്നേ? എനിക്കറിയില്ല. ആരുടെയെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്ക് കൂടെ പോയതായിരിക്കും. നിർത്തിക്കേ. അല്ല, കുറെ നേരമായല്ലോ ഈ പേഴ്സണൽ കാര്യം വെച്ച് കളിക്കുന്നേ. അല്ല, പെൺപിള്ളാര് ഗർഭിച്ചുകൊണ്ട് ഒരേ വാക്ക് തന്നെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരോ ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നാ. ഞാൻ ഇതുപോലെ പലതും കണ്ട ശീലത്തിലായി സംസാരിക്കുന്നത്. മക്കളെ, കാര്യം എന്താന്ന് വെച്ചാ പറ. പറ. ഹരി എന്നെ വിളിച്ചിരുന്നു. ഓ, പോയോ
കാര്യങ്ങളൊക്കെ ശരിയായി. ആ ആ, അത് നല്ലതല്ലേ. എന്നിട്ട് അവനെന്താ ഇങ്ങോട്ട് വരാത്തെ? അതാ പറഞ്ഞത് പേഴ്സണൽ കാര്യം. ഓ ഉത്തരയ്ക്ക് എന്തോ പേഴ്സണൽ കാര്യമുണ്ടെന്ന്, അതിന് കാവല് നിൽക്കാൻ പോണെന്ന്. വേറെ പണിയൊന്നുമില്ലേ? ഉം, ഉം. ഇതെന്താ ഈ പേഴ്സണൽ കാര്യം? ആ അതൊന്ന് തുറന്നു പറഞ്ഞ എന്തത്ര കുഴപ്പം? അതെ, ഇങ്ങനെ ഓരോന്ന് മൂടി വെക്കുന്നത് കൊണ്ടാ ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നത്. എന്താ ചിരിക്കുന്നെ? ഏയ് അതെ, എനിക്കൊരു മോളുണ്ടായിരുന്നേ. അവളിങ്ങനെ കുട്ടിക്കളി കളിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ അല്ല, ഇങ്ങനെയൊക്കെ കാണിക്കണമെങ്കിൽ ഒരു കുഞ്ഞു മനസ്സായിരിക്കണമല്ലോ. അതവക്കില്ല. അല്ല, എന്തായാലും ഈ പേഴ്സണൽ കാര്യത്തിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. ആ ഏതാ ഹരി അവിടെ മറ്റേ മുത്തരോടെ പോയത് മോക്ക് ഇഷ്ടമായില്ല അല്ലേ? എല്ലാം ഇഷ്ടമായില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇല്ല, എന്തിനാ പറയുന്നേ? അത് ഈ ബോധന്ന് വായിച്ചെടുത്തൂടെ മോളെ? അതൊരു കുഴപ്പം പിടിച്ച കാര്യമല്ല. ഭർത്താവിനോട് ഭാര്യയും ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവും സ്വല്പം സ്വാർത്ഥതയൊക്കെ കാണിക്കണം. ആ അപ്പോഴേ ദാമ്പത്യത്തിന് ചൂടും ചൂരൊക്കെ ഉണ്ടാവും. കേട്ടോ? അവൻ വരുമ്പോഴേ ആ പരിഭവം അങ്ങ് പറഞ്ഞ് തീർത്തേക്കണം. അതോ ഞാൻ പറയണോ, ശ്വാസിക്കണോ? വേണേ രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യാം. അയ്യോ വേണ്ട, അമ്മാവും കൊളാക്കണ്ട. ഓ എന്നാ സ്വയം അങ്ങോട്ട് മോള് കൈകാര്യം ചെയ്തോ. പിന്നെ അമ്മാവന് മോളോട് വളരെ പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഒരു കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അത് മോളെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാ. നടക്കൂ? നടക്കും. ആ പേഴ്സണലായിട്ട് തന്നെ നടത്തി തരാം. ആ എന്നാ വളരെ പേഴ്സണലായിട്ട് ഒരു പേഴ്സണൽ കട്ടൻ ചായ മോള് പോയി എടുത്തോണ്ട് വാ. ആ മോളെ, അതിനകത്ത് ഹരി അറിയണ്ട. കട്ടൻ ചായക്കകത്ത് വളരെ പേഴ്സണലായിട്ട് ഇച്ചിരി പഞ്ചസാര കൂട്ടിയിട്ടോ, മധുരം. ആ ആ ആയിക്കോട്ടെ. പിള്ളേരുടെ ഒരു കാര്യം. അതെ, ഈ ചെറിയ ചെറിയ വഴക്കുകളെ അങ്ങോട്ട് ചിരിച്ചു തന്നെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. കേട്ടോ മോളെ? ആ എന്റെ പേഴ്സണൽ കണ്ണാടി ആ മുഖത്തുണ്ട്. ആ എന്റെ പേഴ്സ് അവിടെ പോയി. കാറ്റ്. MA ഇതെന്താ? NGO മാംഗോ. ഇവിടെ നോക്ക്. ജ്യോതി,